ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതൊരു കഥയാണ്, കഥയല്ല കേട്ടോ, മിക്ക ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു ജീവിതമാണ് എന്ന് തന്നെ പറയാം. എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാം, ഒരു കഥ പോലെ പറഞ്ഞു പോവാം. ഇന്ന് ഞാൻ പറയുന്നത് ബിനുവിനെ കുറിച്ചാണ്. ബിനുവിൻ്റെ ലോകം, ബിനുവിൻ്റെ കുടുംബമാണ്. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, ഭാര്യ, മക്കൾ, അങ്ങനെ സന്തോഷം നിറഞ്ഞ ഒരു കുടുംബമാണ് ബിനുവിൻ്റെ. ജോലി കഴിഞ്ഞ് വന്നാൽ അവൻ കുടുംബത്തോടാണ് കൂടുതലും ചെലവഴിക്കുക. അച്ഛനമ്മ, സഹോദരങ്ങൾ, ഭാര്യ, മക്കളോട് കുറേ നേരം സംസാരിക്കും. അവധിയുള്ള ദിവസങ്ങൾ അവരെല്ലാവരും പുറത്തു പോകാറുണ്ട്, സിനിമ കാണാറുണ്ട്. അങ്ങനെ സന്തോഷമായാണ് അവരുടെ കുടുംബജീവിതം പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ബിനുവിൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കരമായ വയറുവേദന, ഭയങ്കരമായ നിലവിളി. ബിനു പേടിച്ചു പോയി. കൂടെ കൂടെ വയറുവേദന വരും. അപ്പോൾ ആശുപത്രി പോകാമെന്ന് പറഞ്ഞാൽ അവൾ കേൾക്കില്ല. ഗ്യാസിൻ്റെ അസുഖമെന്നാണ് പറയുന്നത്. ഇന്ന് ഭയങ്കരമായ വയറുവേദന. അങ്ങനെ ബിനു പേടിച്ചു പോയി. വീട്ടിലുള്ള എല്ലാവരും പേടിച്ചു. പെട്ടെന്ന് ഒരു കാർ വിളിച്ച് ബിനുവിൻ്റെ പെണ്ണിനെയും കൊണ്ട് അവർ ആശുപത്രിയിലേക്ക് ചെന്നു. അവിടെ ചെന്നു, എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. അത് കൂടെ കൂടെ വയറ്റുവേദന വരും, ഗ്യാസ് ആണെന്ന് തോന്നുന്നു ഡോക്ടർ എന്ന് പറഞ്ഞു. ഇതുവരെ ചെക്കപ്പ് ചെയ്തില്ല. ഇല്ല എന്ന് പറഞ്ഞു. ഗുളികയൊക്കെ കഴിക്കും മേടിച്ച്, അപ്പോൾ കുറയും എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് തന്നെ മരുന്നിനൊക്കെ കുറിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അപ്പോൾ വയറ്റുവേദന കുറഞ്ഞു. നാളെ വരണം, ഒന്ന് കാണിക്കണം, ഒരു ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ബിനു സിന്ധുവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരുങ്ങ്, നമുക്ക് ആശുപത്രി പോകാം. അപ്പോൾ സിന്ധു പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്കിപ്പോൾ വയറ്റുവേദനയൊന്നുമില്ല, ഇന്നലെ വായു വേണ്ട കയറിയതാ. അപ്പോൾ ബിനു പറഞ്ഞു, പറ്റത്തില്ല, ഇന്ന് ആശുപത്രി പോയേ പറ്റൂ. ഇന്നലെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതാ, ഒരു ചെക്കപ്പ് അത്യാവശ്യമാണ്, ഇങ്ങനെ കൂടെ കൂടെ വയറ്റുവേദന വരുന്നത് എന്ന് പറഞ്ഞു. സിന്ധു പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല ചേട്ടാ, പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്, ഞാനിന്ന് ജോലിക്ക് പോകുന്നില്ല, നീ ഒരുങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ സിന്ധുവിനെയും ഒരുക്കിക്കൊണ്ട് ബിനുവും ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ സിന്ധുവിനെ പരിശോധിച്ചു. അതിനുശേഷം സിന്ധുവിൻ്റെ അടുത്ത് പുറത്ത് ഇരിക്കാൻ പറഞ്ഞു. ബിനുവിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ഡോക്ടർ? എൻ്റെ ഒരു സംശയമാണ്, സിന്ധുവിന് ക്യാൻസർ ആണോ എന്ന് ഒരു സംശയമുണ്ട്, നമുക്ക് കുറച്ച് ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ബിനു ആകെ തളർന്നു പോയി, മുഖം വാടിപ്പോയി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഡോക്ടർ എന്താണ് പറയുന്നത്? എൻ്റെ ഒരു സംശയമാണ് ബിനു ഞാൻ പറഞ്ഞത്, അത് സത്യമാവണമെന്നില്ല, നമുക്ക് ചെക്കപ്പ് ചെയ്ത് നോക്കാം, അപ്പോൾ അറിയാം, കുറച്ച് ടെസ്റ്റുകൾക്ക് ഞാൻ എഴുതിത്തരാം, അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ബിനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, അവൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഡോക്ടർ പറഞ്ഞു, ബിനു വിഷമിക്കരുത്, ധൈര്യമായിട്ടിരിക്കൂ, ഒന്നും സംഭവിക്കില്ല, ഇത് ബിന്ദുവിനെ അറിയിക്കരുത്, അവർ തളർന്നു പോകും, നമുക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ പറയാൻ പറ്റൂ, എൻ്റെ ഒരു സംശയം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് ബിനുവിനോട് ഡോക്ടർ പറഞ്ഞു. ബിനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഡോക്ടർ പറഞ്ഞു, എന്താ ബിനു കൊച്ചു കുട്ടികളെ പോലെ എന്താ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാനൊരു സംശയം പറഞ്ഞെന്നല്ലേ ഉള്ളൂ, ഇത് തുടക്കമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇത് തുടക്കമാണെങ്കിൽ ചികിത്സിച്ചാൽ മാറുന്ന രോഗമാണ്, വിഷമിക്കണ്ട എന്ന് ബിനുവിനോട് ഡോക്ടർ പറഞ്ഞു. കണ്ണുകൾ തുടയ്ക്കൂ, ഇനി ഞാൻ സിന്ധുവിനെ വിളിക്കാം എന്ന് പറഞ്ഞു. ബിനു കണ്ണുകൾ തുടച്ചു, സിന്ധുവിനെ വിളിച്ചു. ഡോക്ടർ സിന്ധു ചോദിച്ചു, എന്താ ഡോക്ടർ, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഭർത്താവ് ബിനുവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ മുഖം വാടിയിരിക്കുന്നു. എന്ത് പറ്റി ചേട്ടാ? ഒന്നുമില്ല, ഞാൻ കുറച്ച് ചെക്കപ്പിന് എഴുതിയിട്ടുണ്ട്, അത് ആണ് ബിനുവിൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത്, അല്ലാതെ സിന്ധുവിന് കുഴപ്പമൊന്നുമില്ല. അതെന്തിനാ ഡോക്ടർ എനിക്ക് ഇത്രയും ചെക്കപ്പിന് എഴുതിയേക്കുന്നു? അത് ചെറിയ ഒരു വയറ്റുവേദനയില്ലേ, എന്തായാലും നമുക്കൊന്ന് നോക്കിക്കളയാം, അതുകൊണ്ട് ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല, എന്തായാലും ഈ ചെക്കപ്പൊക്കെ നടക്കട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. പിന്നെ ഞാൻ വേദനയ്ക്കുള്ള ഗുളികയൊക്കെ എഴുതിയിട്ടുണ്ട്, വയറ്റുവേദന വന്നാൽ ഈ ഗുളിക കഴിക്കണമെന്ന് സിന്ധുവിനോട് പറഞ്ഞു. സിന്ധു പറഞ്ഞു, ശരി ഡോക്ടർ എന്ന് പറഞ്ഞു. അങ്ങനെ സിന്ധുവിൻ്റെ ചെക്കപ്പൊക്കെ കഴിഞ്ഞു. അവർ മരുന്ന് മേടിച്ചുകൊണ്ട് പുറത്തിറങ്ങി. സിന്ധു പറഞ്ഞു, നമുക്കൊരു ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിക്കാം, എനിക്ക് നല്ലതുപോലെ വിശക്കുന്നു. പിന്നെ പറഞ്ഞു, ഓ കഴിക്കാം, എനിക്ക് വിശപ്പില്ല, നീ കഴിക്കും, നിനക്ക് ഞാൻ മേടിച്ച് തരാം. അത് പറഞ്ഞാൽ പറ്റില്ല, ചേട്ടനും രാവിലെ ഒന്നും കഴിച്ചില്ല, എന്തായാലും നമുക്ക് 2 പേർ കൂടി കഴിക്കാമെന്ന് സിന്ധു ബിനുവിനോട് പറഞ്ഞു. എന്താ ചേട്ടൻ്റെ മുഖമല്ലാതെ? ഒന്നുമില്ല, രാവിലെ ഒന്നും കഴിക്കാത്തതിൻ്റെ ക്ഷീണമായിരിക്കും. ബാക്കി കഥയുമായി അടുത്ത വീഡിയോയിൽ വരുന്നിടം വരെ ബൈ ബൈ.